നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത മാവുകൾ വെക്കുന്നത് മൂലമാണ് നമുക്ക് ധാരാളമായിട്ട് മാങ്ങകൾ ഉണ്ടാവാത്തത്. ഒരുപാട് വർഷമായിട്ട് മാങ്ങകൾ ഉണ്ടാവുന്നില്ല എന്ന് ഒത്തിരി പേരുടെ ഒരു പരാതിയാണ്. അപ്പൊ അതിനുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. അപ്പൊ നമുക്ക് എല്ലാവർക്കും മാങ്ങ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലെ. എല്ലാവർക്കും മാങ്ങ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്താൻ പറ്റുന്ന മാങ്ങകൾ ഏതൊക്കെയാണെന്ന് അറിയില്ല. നമ്മൾ അത് മാങ്ങ വാങ്ങാനായിട്ട് പോകുന്ന സമയത്ത് നഴ്സറിക്കാർ പറയുന്ന പലതരം മാവുകൾ നിങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കും. പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മളുടെ വീട്ടുമുറ്റത്ത് നടാൻ പറ്റുന്ന, ആദ്യമേ പറയട്ടെ, നമുക്ക് ബഡ് ചെയ്തിട്ടുള്ള മാവുകളാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതിൽ മൂവാണ്ടൻ മാവ്, പ്രിയൂര്, കിളിച്ചുണ്ടൻ, കോട്ടൂർ കോണം, കോശ്ശേരി, മല്ലിക, ഉമാപസന്ത്, അങ്ങനെയുള്ള ഒത്തിരി നല്ല ഇനം മാവുകളുണ്ട്. ഈ മാവുകളൊക്കെയാണ് നമ്മൾ നട്ടു വളർത്തേണ്ടത്. അതുപോലെ കർപ്പൂരം, അത് വളരെ നല്ലൊരു മാവാണ് കേട്ടോ. അപ്പൊ ഇനി നിങ്ങള് എന്താ പറയാ, ഇനി നിങ്ങള് നഴ്സറികളിൽ പോണ സമയത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന മാവുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് അറിയാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ പേരുകൾ പിൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ ഈ പേരുകളൊക്കെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഈ പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ഈസിയാണ്, മറക്കരുത്. ഇനി നിങ്ങൾ ഒരിക്കലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത മാവുകൾ വെക്കരുത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മാവുകൾ വെച്ച് പിടിപ്പിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഇതേപോലെ നമ്മൾ പറഞ്ഞ പേരുകളിലൊക്കെയുള്ള മാവൊക്കെ പോയി വാങ്ങിന്ന് വെച്ചോളൂ. അത് വെച്ച് കഴിഞ്ഞാല് ഇനി അത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ മാവ് എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതായത് നമ്മുടെ റംബുട്ടാന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ റംബുട്ടാൻ നടുന്ന ആ രീതി, അതായത് റംബുട്ടാന് 3-3.5 അടി ആണെങ്കിൽ ഇത് 2-2.5 അടി മതി. അത്രയേ ഉള്ളൂ വ്യത്യാസം. വളങ്ങളും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെയാണ്. അതുപോലെ നടുക. പക്ഷെ നമ്മൾ നട്ട് 2 ആഴ്ച കഴിയണ സമയത്ത് അതിന്റെ തല ചെറുതായിട്ട് ഒന്ന് നുള്ളിക്കളയണം. അത് നിർബന്ധമാണ്. നമ്മൾ ഏത് തരം മാവ് വാങ്ങിയാലും അതിന്റെ തല ഒന്ന് നുള്ളിക്കളയാം. ആ നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് ധാരാളം ബ്രാഞ്ചസ് വരും. അപ്പൊ അതല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര നല്ല മാവായിക്കോട്ടെ വാങ്ങിക്കൊണ്ടുവന്നാൽ അതുപോലെ തന്നെ നിൽക്കും. എത്ര വളപ്രയോഗമോ കാര്യങ്ങളോ ചെയ്താലും അതുപോലെ തന്നെ നിൽക്കും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് നുള്ളിക്കളഞ്ഞ വഴി തന്നെ നമ്മൾ സാഫോ ബോഡോ മിശ്രിതോ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ വരില്ല. പക്ഷെ അതിന്റെ അടിയിൽ നിന്നൊക്കെ ധാരാളം ബ്രാഞ്ചസ് വരും. അതിൽ 3-4 എണ്ണം മാത്രം നിലനിർത്തുക, ബാക്കിയുള്ളതൊക്കെ നുള്ളിക്കളയാം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. പിന്നെ നമ്മളിപ്പോ നല്ല അടിവളം കൊടുത്ത് ചെയ്യാൻ പറഞ്ഞല്ലോ അല്ലെ. ഈ അടിവളം കൊടുത്ത് ചെയ്തത് വീണ്ടും 3 മാസം കഴിയുമ്പോൾ നമ്മൾ അത് ചെയ്യണം. അതായത് വീണ്ടും നമ്മൾ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും റോക്ക് ഫോസ്ഫേറ്റും ഒക്കെ വീണ്ടും നമ്മൾ മേൽമണ്ണിൽ ചേർത്ത് അതിന്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പൊ അങ്ങനെ മാവ് നട്ട് ആദ്യത്തെ ഒരു വർഷം നമ്മൾ 3 മാസം കൂടുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോഴത്തേനും നല്ല രീതിക്ക് തന്നെ അത് വളരും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ഇനം മാവ്, അതായത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച മാവ് വാങ്ങി അതിന്റെ തലനുള്ളി ഇതിന് 1 വർഷത്തിൽ 3 മാസം കൂടുന്ന സമയത്തുള്ള ഒരു വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് തന്നെ അത് ധാരാളം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായി നല്ല കരുത്തായിട്ട് വളരും. ഇനി സപ്പോസ് നിങ്ങൾ വാങ്ങി കൊണ്ടുവരുന്ന സമയത്ത് അതിൽ പൂക്കൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോ ഓൾ സീസൺ മാവ് അത് വളരെ നല്ലൊരു മാവാണ്. ഈ ഓൾ സീസൺ മാവില് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ തന്നെ പൂക്കൾ ഉണ്ടാവും. പക്ഷെ ഒരു കാരണവശാലും ആ പൂക്കൾ നിലനിർത്തരുത്. നിങ്ങൾ അത് നുള്ളിക്കളയണം. നുള്ളിക്കളഞ്ഞതിന് ശേഷം അവിടെ സാഫ് പോലെയുള്ള എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. കാരണം ഈ കുഞ്ഞിൽ തന്നെ അതിനെ വളരാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വളർച്ച മുഴുവൻ ആ പൂക്കളിലും കായ്കളിലും ആവും, അല്ലാണ്ട് ചെടികളുടെ വളർച്ചയിലാവില്ല. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് കായ കിട്ടില്ല. ആ പൂക്കള് എല്ലാം കായായി മാറില്ല. കുഞ്ഞു കണ്ണിമാങ്ങളുണ്ടാവും, കൊഴിഞ്ഞു പോവും. പക്ഷെ ആ ചെടിയുടെ ആരോഗ്യം തന്നെ നശിക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു വളർച്ച, അതായത് നമ്മുടെ തണ്ട് നല്ലൊരു കനം വേണം. നമുക്കറിയാലോ, തണ്ട് കനം വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പൂക്കാനും കായ്ക്കാനും അനുവദിക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നുള്ളിക്കളയണം. പിന്നെ ബഡ് ചെയ്തത് വാങ്ങണ സമയത്ത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അതും ഒരു കവർ ചുറ്റിയിട്ട് കിട്ടും.
ആ കവർ ചുറ്റിയതിൻ്റെ മേലേന്ന് എന്ത് പൊടിപ്പുണ്ടായാലും പ്രശ്നമില്ല. പക്ഷെ അതിൻ്റെ അടിവശത്ത് വരുന്ന പൊടിപ്പുകളൊക്കെ നുള്ളിക്കളയണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മാവ് ചെടിയിൽ മാത്രമല്ല, എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റ്സ്, അതുപോലെ റോസ് അടക്കം എല്ലാത്തിലും ബഡ് ചെയ്ത് വാങ്ങണ സമയത്ത് നിങ്ങൾ നടുമ്പോൾ ആ ബഡ് ചെയ്ത് മേലോട്ട് വരുന്ന രീതിയിൽ നടണം. അത് മാത്രമല്ല, എപ്പോഴും ശ്രദ്ധിക്കണം, ആ ബഡ് ചെയ്തതിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും പൊടിപ്പ് വരുന്നുണ്ടെങ്കിൽ കയ്യോടെ അത് നുള്ളി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വളർന്ന് നമ്മുടെ നല്ല ചെടീനെ നശിപ്പിച്ച് കളയാനായിട്ട് ആക്കും. അതുകൊണ്ടാണ് പലർക്കും നട്ടിട്ട് ഒരുപാട് വർഷമായിട്ടും അതും ഒന്നും ഉണ്ടാവാത്തത്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ മാവുകളുടെ പേരുകൾ ശ്രദ്ധിക്കുക. പിന്നെ നടുന്ന രീതി, പിന്നെ അതിൻ്റെ പ്രൂണിങ്, ഒരു വർഷത്തിലെ 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യമുള്ള ഒരു വളപ്രയോഗം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുമുറ്റത്ത് ധാരാളം മാവുകൾ പൂത്ത് കായ്ച്ചു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ കമ്പുകൾ ഉണങ്ങുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ കമ്പുകൾ വെറുതെ ഉണങ്ങില്ല, കമ്പിന്റെ മേലൊക്കെ എന്തെങ്കിലും ഒരു പൊട്ടലോ വിള്ളലോ എന്തെങ്കിലും വരും. ആ സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ ബോഡോ മിശ്രിതം അല്ലെങ്കിൽ സാഫ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ തളിരിലകളൊക്കെ കൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ തളിരില കൊഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ 2 രീതിക്കാണ് അതിൻ്റെ തളിരിലകൾ കൊഴിഞ്ഞു പോവുക. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിന് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവ്. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കീടങ്ങൾ, അതായത് ചില മാവുകളുടെ തളിരിലകൾക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, അപ്പൊ കീടങ്ങൾ വന്ന് കട്ട് ചെയ്യും. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇതിന്റെ തളിരിലകളൊക്കെ ആവുക. അപ്പൊ നമുക്ക് അത് കണ്ടറിയാം. അപ്പോൾ കാൽസ്യം മഗ്നീഷ്യം സൾഫേറ്റിന്റെ കുറവാണെന്നുണ്ടെങ്കിൽ ആ തളിരിലകൾ അങ്ങനെ തന്നെ വീണ് കൊഴിഞ്ഞുണങ്ങി പോവുക ചെയ്യാം. മറ്റേത് കട്ട് ചെയ്തിട്ടാണ് ആവുക. കട്ട് ചെയ്തിട്ടാണ് വീഴുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് എന്താ പറയുക, നീം ഓയിൽ, അതായത് വേപ്പെണ്ണ അധിഷ്ഠിതമായ എന്തെങ്കിലും കൊടുക്കണം. ഇപ്പൊ അതല്ല, അങ്ങനെ തന്നെ വീണ് കൊഴിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റിന്റെ കുറവാണ്, അപ്പൊ നിങ്ങൾ എപ്സം സാൾട്ടും കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാവിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. അതല്ല, നിങ്ങൾ ഇതിനേക്കാളും നല്ല രീതിയിൽ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ അറിവോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.